കോഴിക്കോട് മുക്കത്ത് ഹോട്ടൽ ജീവനക്കാരെ താമസ സ്ഥലത്ത് നിന്ന് ചാടിയത് ഹോട്ടൽ ഉടമയുടെ അതിക്രമം ചെറുക്കാനെന്ന് ബന്ധു. ഹോട്ടൽ ഉടമയും സഹായികളും ചേർന്ന് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് പെൺകുട്ടിയുടെ ബന്ധു പറഞ്ഞു. പെൺകുട്ടിയുടെ പരാതിയിൽ മുക്കം പോലീസ് അന്വേഷണം തുടങ്ങി. കുട്ടി പറഞ്ഞ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ അവിടെ ശനിയാഴ്ച രാത്രി ഒരു 11 മണിയോട് കൂടിയിട്ടാണ് ഈ ഇൻസിഡന്റ് നടന്നിട്ടുള്ളത്. അതിനു മുന്നേ 8:45 കൂടി കുട്ടി വീട്ടിലേക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് നമുക്ക് സംശയിക്കപ്പെടുന്നതായിട്ടുള്ള യാതൊരു സൂചന ഉണ്ടായിരുന്നില്ല. ഹാപ്പി ആയിരുന്നു അവള്. അതിനുശേഷം ഒരു 11 മണിയോടുകൂടി ഇൻസിഡന്റ് നടന്നത്. പക്ഷെ നമ്മളിത് അറിയുന്നത് രാവിലെ ഒരു 3:15 കൂടിയിട്ടാണ്. ആ സമയത്തിന് നമ്മൾ അവിടെ നാട്ടിൽ കൂടി തിരിച്ചു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം വിശദമായിട്ട് കുട്ടി നമ്മൾ സംസാരിച്ചു. ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് സംഭവം. മുക്കത്തെ സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരെ താമസിക്കുന്ന സ്ഥലത്തെത്തിയ ഹോട്ടൽ ഉടമയും സഹായികളും പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. താമസിക്കുന്ന വീടിന്റെ മുകൾ നിലയിൽ നിന്ന് താഴേക്ക് ചാടി പെൺകുട്ടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും ബന്ധു പറയുന്നു. 3 പേര്, ഈ ഓണർ, ഈ ഹോട്ടലിന്റെ ഓണർ അയാളും പിന്നെ അയാളുടെ സഹായിയായ ഒരാളും പിന്നെ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരനും ചേർന്നിട്ട് ഇവിടെ റൂമിൽ പോവുകയും അതേ സമയത്ത് ചെറിയ പീഡന ശ്രമമോ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ എന്തോ വീഡിയോസ് മുഴുവനും അവർ സ്ക്രീൻ റെക്കോർഡിങ്ങിൽ പതിഞ്ഞിട്ടുണ്ട്. ആ ഇൻസിഡന്റിന്റെ മുഴുവൻ വീഡിയോസും സ്ക്രീൻ റെക്കോർഡ് പതിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അവള് പുറത്തോട്ട് ചാടുക ചെയ്തത്. ഹോട്ടൽ ഉടമയുടെ ഭാഗത്തു നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായതായി പെൺകുട്ടി സൂചിപ്പിച്ചിരുന്നതായും ബന്ധു പറഞ്ഞു. യുവതിയുടെ പരാതിയിൽ മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുകൾ നിലയിൽ നിന്ന് താഴേക്ക് ചാടിയതിനിടെ പരിക്കേറ്റ പെൺകുട്ടി ചികിത്സയിലാണ്. മീഡിയ 1 കോഴിക്കോട്.